എല്ലാവർക്കും സക്സസ് വിത്ത് PYQ എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 28/4/2025 കേരള PSC നടത്തിയ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വരും പരീക്ഷകൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, സർദാർ KM പണിക്കർ. രണ്ടാമത്തെ ചോദ്യം, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ, 1.25 കോടി മലയാളികൾ. ചോദ്യം നമ്പർ 3, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി, ഇന്ത്യ, ചൈന. ചോദ്യം നമ്പർ 4, 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി, കാൺപൂർ ആണ്. അഞ്ചാമത്തെ ചോദ്യം, 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? അഞ്ചാമത്തേൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി, ഫിലാഡൽഫിയ. ആറാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അന്റോണിയോ ഗുട്ടറസ്. ചോദ്യം നമ്പർ 7, താഴെ തന്നിരിക്കുന്ന വാതകങ്ങളിൽ പ്രാദേശിക വാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ചക്രവാതമാണ്. ചോദ്യം നമ്പർ 8, ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. ഇതൊരു തെറ്റാണ്. ഒമ്പതാമത്തെ ചോദ്യം, എന്താണ് ക്ലിഫ്? ഒമ്പതാമത്തേൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ, ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഒരു ഭൂരൂപമാണ്. ചോദ്യം നമ്പർ 10, താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപമേതെന്ന് തിരിച്ചറിയുക. പത്താമത്തേൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം നമ്പർ 11 ക്യാൻസലായി പോയൊരു ക്വസ്റ്റ്യനാണ്. ചോദ്യം നമ്പർ 12, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? 12ാമത്തേൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, കൊൽക്കത്ത. 13ാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം ശരിയാണ്. ചോദ്യം നമ്പർ 14, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? 15ാമത്തേൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം. ചോദ്യം നമ്പർ 16, താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. 16ാമത്തേൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ, പത്മ സുബ്രഹ്മണ്യം. ചോദ്യം നമ്പർ 17, ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2 എന്നിവ മാത്രം ശരിയാണ്. 18, ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. ചോദ്യം നമ്പർ 19, ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരിയായി വരുന്നത്. ചോദ്യം നമ്പർ 20, മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി
ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 91-ാം ഭരണഘടനാ ഭേദഗതി. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 21-ാമത്തേൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 3, 4 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. 22-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. ചോദ്യം നമ്പർ 23. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ ഉൾപ്പെടാത്തത്. 23-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3, 4 എന്നിവ ഇതിൽ ഉൾപ്പെടുകയില്ല. ചോദ്യം നമ്പർ 24. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകൾ പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്കു വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. 24-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സി വിജിൽ. ചോദ്യം നമ്പർ 25. ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. 25-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2 എന്നിവ ശരിയാണ്. 26-ാമത്തെ ചോദ്യം. നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? 26-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിരൺ റിജിജു. 27-ാമത്തെ ചോദ്യം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 27-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3 ശരിയാണ്. 28-ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 28-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാതും ശരിയാണ്. 29. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ഫെബ്രുവരി 2. ചോദ്യം നമ്പർ 30. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? 30-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി വി ശിവൻകുട്ടി. 31-ാമത്തെ ചോദ്യം. കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്ര? 31-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 9. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ്? 32-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? 33-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി NS മാധവൻ. ചോദ്യം നമ്പർ 34. പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? 34-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3, 4 എന്നിവ ശരി. ചോദ്യം നമ്പർ 35. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവികം എന്നറിയപ്പെടുന്നത് ഏതാണ്? 35-ാമത്തേൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. വിറ്റാമിൻ ഇ ആണ് അറിയപ്പെടുന്നത്. ചോദ്യം നമ്പർ 36. സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. 36-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ചോദ്യം നമ്പർ 37. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ്? 37-ാമത്തേൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. അമൃതം ആരോഗ്യം. ചോദ്യം നമ്പർ 38. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗം വരുന്ന ജോഡി ഏത്? 38-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. ചോദ്യം നമ്പർ 39. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ വരുന്നത് ആൻസർ എ ആണ്. 1 മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ചോദ്യം നമ്പർ 40. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 40-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം നമ്പർ 41.
മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? 41ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ എ 3. ഓപ്ഷൻ എ ആണ് 3. നൈജീരിയയാണ് ഉത്തരമായി വരുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏതു തത്വമാണ് അനുസരിച്ചാണ്? 42ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി പൂർണ്ണാന്തരിക പ്രതിഫലനം. കൂട്ടത്തിൽ പെടാത്തതേത്? 43ാമത്തേൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി സെക്കൻഡ് ആണ്. ചോദ്യം നമ്പർ 44. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 cm അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 cm അകലെ രൂപപ്പെട്ടു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. 44ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. -8 cm ആണ് ഉത്തരമായി വരുന്നത്. 45ാമത്തെ ചോദ്യം. ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ മുംബൈ ആണ്. ചോദ്യം നമ്പർ 46. ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം? 46ാമത്തേൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഇറ്റലിയാണ്. ചോദ്യം നമ്പർ 47. കുമ്മായം അടിച്ച ചുമരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്തു രൂപപ്പെടുന്നത് കൊണ്ടാണ്? 47ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ്. ചോദ്യം നമ്പർ 48. ഇരുമ്പു ഫയലിങ്ങുകൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്തു സംഭവിക്കും? 48ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. 49ാമത്തെ ചോദ്യം. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം? 49ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് 10. 50ാമത്തെ ചോദ്യം. ഡാഷ് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്? 50ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചോദ്യം നമ്പർ 51. അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായുകുമിളകളുടെ വലിപ്പം വർദ്ധിപ്പിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? 51ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ബോയിൽ നിയമം. ചോദ്യം നമ്പർ 52. പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? 52ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. കാക്കനാടാണ് ആസ്ഥാനമായി വരുന്നത്. ചോദ്യം നമ്പർ 53. മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാളി നടൻ ആരാണ്? 53ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി PK ആൻ്റണിയാണ്. ചോദ്യം നമ്പർ 54. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 54ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരി. 55ാമത്തെ ചോദ്യം. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യപാഠം എഴുതിയതാര്? ഉത്തരം വരുന്നത് 55ൻ്റെ ബി ആണ്. EV രാമകൃഷ്ണൻ. 56. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 56ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ബി ആണ്. 1ഉം 2ഉം ശരി. ചോദ്യം നമ്പർ 57. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? 57ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ. ചോദ്യം നമ്പർ 58. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ നായകൻ ആരാണ്? 58ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ജയ്പാൽ സിംഗ് ആണ്. 59ാമത്തെ ചോദ്യം. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ സി ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാൻ വേണ്ടിയാണ്. ചോദ്യം നമ്പർ 60. HTML ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ്? ഓപ്ഷൻ ഡി ഇമേജ് ടാഗാണ്. ഒരു LAN ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്
റൗട്ടർ ഓപ്ഷൻ ബി. ചോദ്യം നമ്പർ 62. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡിയാണ് ഓപ്ഷൻ ബി സർട്ടിൻ. ചോദ്യം നമ്പർ 63. ഇൻപുട്ട് ഉപകരണം ഓപ്ഷൻ ഡി സ്കാനറാണ്. ചോദ്യം നമ്പർ 64. പോസ്കോ നിയമം 2016 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം വരുന്നത് 64 ഡി 18 വയസ്സിൽ താഴെയുള്ളവരാണ്. ചോദ്യം നമ്പർ 65. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമൃദ്ധി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? 65-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ഒരു തവണയെങ്കിലും കൂടിയിരിക്കണം. ചോദ്യം നമ്പർ 66. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എത്ര? 66-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ്, 3 വർഷം. ചോദ്യം നമ്പർ 67. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആര്? 67-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, ജയന്തി പട്നായിക്. ചോദ്യം നമ്പർ 68. ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തതേത്? 68-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഗാർഹിക പീഡനത്തിന് ആയവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ചോദ്യം നമ്പർ 69. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ട്? 69-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്ന ഓപ്ഷൻ ബി 6. ചോദ്യം നമ്പർ 70. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 150. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 71-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 45. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി -7. 73-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി 16. 74-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി 19. 75-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ 35. 76-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി 23. 77-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 10. 78-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി. 79-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി 18.69. 80-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ 512. ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ഉത്തരം 81-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 82-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 83-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 84-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 85-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 86-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 87-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 88-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 89-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 90-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. മലയാളം ചോദ്യങ്ങളിൽ 91-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 92-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 93-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 94-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും ഓപ്ഷൻ ഡി ആണ്. 95-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 96-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്.
97-ാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 98-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ്. 99-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 100-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്.